ഇനി തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ പരിമിതികളിൽ ഇപ്പോൾ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടേണ്ട സാഹചര്യം എത്തിയിരിക്കുന്നു. ആധുനിക സൗകര്യമുള്ള എക്സ്റേ മെഷീൻ അനിവാര്യമെന്നും കമ്മീഷൻ നിരീക്ഷണം. സിസ്റ്റം വാങ്ങാനുള്ള പ്രപ്പോസൽ 2026-27 സാമ്പത്തിക വർഷത്തെ പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തുന്ന കാര്യം പരിശോധിക്കാമെന്ന് ആരോഗ്യവകുപ്പ് ഡയറക്ടർ കമ്മീഷനെ അറിയിച്ചു എന്നുമാണ് അറിയുന്നത്. ശാലിനി ചേരുന്ന വിവരങ്ങളുമായി. ശാലിനി, ഒടുവിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടേണ്ടി വന്നിരിക്കുന്നു, കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നു. പക്ഷെ അപ്പോഴും പ്രപ്പോസലായി ഉൾപ്പെടുത്താം, പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്താം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. ഇത് ഉൾപ്പെടുത്തി അത് വാങ്ങി വരുമ്പോഴേക്കും എത്ര രോഗികൾ ഓരോ ദിവസവും വന്നു പോകുന്ന ഒരിടമാണ്. എങ്ങനെ ഇത് വളരെ പെട്ടെന്ന് അടിയന്തരമായി പരിഹാരം കാണേണ്ട ഒരു കാര്യമായി ഇപ്പോഴും നമ്മുടെ ഈ ആരോഗ്യരംഗത്തെ അല്ലെങ്കിൽ ആതുര രംഗത്തെ ഇടപാടുകൾ, കാര്യങ്ങൾ ഒന്നും വന്നിട്ടില്ല എന്നുകൂടിയല്ലേ മനസ്സിലാക്കേണ്ടത്? വീണ, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം മെഡിക്കൽ കോളേജിന് പിന്നാലെ തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ രോഗികൾ എത്തുന്ന ഒരിടമാണ് തിരുവനന്തപുരത്ത് ജനറൽ ആശുപത്രി. തലസ്ഥാന വാസികൾ മാത്രമല്ല, അതിന് പുറത്തേക്ക്, ജില്ലയ്ക്ക് പുറത്തേക്ക് ഉള്ള രോഗികൾ പോലും ഇവിടെ എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെയാണ് ഈ കൃത്യസമയത്ത് യന്ത്രങ്ങൾ പ്രവർത്തിക്കാതെ വരിക, അല്ലെങ്കിൽ അതിന് കൃത്യതയില്ലാതെ വരിക ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. നിരന്തരം അത് വാർത്തയാവുകയും ചെയ്യുന്നു. ഈ വാർത്ത കണ്ട് സ്വമേധയാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഈ വിഷയത്തിൽ കേസെടുക്കുകയും ചെയർമാൻ ഈ വിഷയത്തിൽ കൃത്യമായ നിരീക്ഷണം നടത്തുകയും കാര്യമായ ഇടപെടൽ നടത്തണമെന്ന് ആരോഗ്യവകുപ്പിനോട് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുള്ളത്. എക്സ്റേ മെഷീൻ അവിടെ കേടായിട്ട്, അല്ലെങ്കിൽ അത് പണിമുടക്കിയ ദിവസങ്ങളായിരുന്നു. ആ പണിമുടക്കിയ സാഹചര്യത്തിലടക്കമാണ് പത്രവാർത്തകൾ വരുന്നത്. ആ വാർത്തകൾ അലക്സാണ്ടർ കാണുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കമ്മീഷൻ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് അടിയന്തരമായി തന്നെ ആ എക്സ്റേ മെഷീൻ മാറ്റണം, ആധുനിക സൗകര്യത്തോടു കൂടിയുള്ള എക്സ്റേ മെഷീനുകൾ അവിടെ സ്ഥാപിക്കണം, കൂടുതൽ ഇമേജുകൾ കൂടുതൽ സമയത്ത് കൂടുതൽ രോഗികൾക്ക് ഉപയോഗപ്പെടുന്ന രീതിയിലുള്ള സംവിധാനത്തിലേക്ക് മാറ്റണം എന്നുള്ള കാര്യം കമ്മീഷൻ നിരീക്ഷിക്കുകയും ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട് കമ്മീഷന് മുൻപാകെ ഹാജരായത് ആരോഗ്യവകുപ്പിന്റെ ഡയറക്ടർ തന്നെയാണ്. അവർ നേരിട്ട് അറിയിച്ചിട്ടുള്ളത് 2026-27 പ്ലാൻ ഫണ്ടിൽ പെടുത്തിക്കൊണ്ട് അതിനുള്ള തുക അനുവദിച്ച് നടപടികൾ വേഗത്തിലാക്കാം എന്നുള്ളതാണ്. പക്ഷേ വീണ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ആ നടപടികൾ എത്രത്തോളം കാലതാമസം എടുക്കുമെന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുകയാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ ഇനി അത് കൊട്ടേഷൻ കൊടുത്ത്, അല്ലെങ്കിൽ അത് വാങ്ങുന്നതിനുള്ള മറ്റ് പേപ്പർ വർക്കുകളൊക്കെ കഴിഞ്ഞ് അത് അധികാരികളുടെ മുൻപിലേക്ക് എത്തി അത് സാങ്ഷനായി ആ ഒരു എക്സ്റേ മെഷീൻ, ഡിജിറ്റൽ എക്സ്റേ മെഷീനാണ്, അത് അവിടേക്ക് എത്തി അത് പിന്നീട് ഇൻസ്റ്റാൾ ചെയ്ത് അത് പ്രവർത്തന സജ്ജമാക്കി അത് പിന്നെ ഔദ്യോഗിക ഉദ്ഘാടനവും കൂടിയുണ്ട്. അതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലടക്കം നമുക്കറിയാം ഒരു കാത്ത് ലാബ് തുടങ്ങി. ആ കാത്ത് ലാബിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം നടക്കാതെ അത് പണിമുടക്കി കിടക്കുന്ന ദിവസങ്ങളായി നമുക്ക് വാർത്തകളായി വരികയാണ്. ആ സാഹചര്യത്തിൽ ഇതിൻ്റെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഒരു പക്ഷേ അത് രോഗികൾക്ക് ഉപയോഗപ്പെടുക. ആ സമയത്ത് തന്നെ നിരവധി രോഗികൾ മരണപ്പെടുന്ന സാഹചര്യവും ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. എന്തായാലും വിഷയത്തിൽ കൃത്യമായി തന്നെ കമ്മീഷൻ ഇടപെട്ടിരിക്കുകയാണ്. ഇവിടെ ഇനി ഓരോ സംഭവങ്ങളും ഉണ്ടാകുമ്പോൾ വിവിധ കമ്മീഷനുകൾ ഇടപെട്ടാൽ മാത്രമേ ആരോഗ്യവകുപ്പ് ആയിക്കോട്ടെ, സർക്കാർ സംവിധാനങ്ങളായിക്കോട്ടെ ഉണർത്ത് പ്രവർത്തിക്കൂ എന്നുള്ളൊരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്. എന്തായാലും ഹാരിസ് ചിറക്കലിൻ്റെ ഈ ഒരു പ്രതികരണത്തിന് പിന്നാലെ ഇപ്പോൾ സംസ്ഥാന വ്യാപകമായി ആരോഗ്യ മേഖലയിൽ വലിയ രീതിയിലുള്ള അഴിച്ചുപണി നടത്തുമെന്ന് ആരോഗ്യമന്ത്രി പറയുമ്പോഴും ഈ കാലതാമസം പരിഹരിക്കാനുള്ള, അല്ലെങ്കിൽ ആ ഇടപെടൽ അത് നീട്ടിക്കൊണ്ടു പോകാതെ അടിയന്തരമായി തന്നെ ഇടപെടൽ നടത്തി അതിനുള്ള ഫണ്ട് അനുവദിക്കുകയും അത് മറ്റ് ഇടപെടലുകൾ നടത്തി അത് രോഗികൾക്ക് ഉപയോഗപ്പെടുന്ന രീതിയിലേക്ക് മാറ്റുക എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. എന്തായാലും തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ രോഗികൾ എത്തുന്ന ഒരു ഇടമാണ് ജനറൽ ആശുപത്രി. അവിടെ ഈ ഇമേജിംഗ് സിസ്റ്റം വർക്കാകാത്തതുകൊണ്ട് തന്നെ സ്വകാര്യ ആശുപത്രികളെയും ഒപ്പം തന്നെ സ്വകാര്യ ലാബുകളെയും ഒക്കെ സമീപിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. നിർധനരായ സാധാരണക്കാരാണ് ഇവിടെ ചികിത്സയ്ക്കായി എത്തുന്നത്. അവർക്ക് മുൻപിലാണ് ഇത്തരത്തിൽ ഈ ഒരു മെഷീൻ ഇല്ലാത്തത് കാരണം വലിയ രീതിയിലുള്ള ആശങ്കകളും ദുരിതവും അനുഭവിക്കേണ്ടി വരുന്നത്. ആ ദുരിതത്തിൻ്റെ പിന്നാലെയാണ് കമ്മീഷൻ കൂടി, മനുഷ്യാവകാശ കമ്മീഷൻ കൂടി ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ളത്. വീണ, ഓക്കെ, ശരി ശാലിനി.